പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. വേറെ ഒന്നുമല്ല, ബാലുശ്ശേരിയിലെ ഒളിച്ചോട്ടം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. അതായത് പ്രവാസികൾക്ക്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും ഒരു വർഷത്തിൽ ലീവിന് വരുന്നവരൊന്നും അല്ല. 3 വർഷത്തിൽ 2 മാസം ലീവ് എടുത്ത് വരുന്ന ആൾക്കാർ വരെയുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവർക്കൊന്നും വരാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരെ സാഹചര്യം സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പം വരുന്നവരുണ്ട്, 6 മാസം കൂടുമ്പം വരുന്നവരുണ്ട്. അവർക്കൊന്നും ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല. പക്ഷേ ഈ 2-3 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ആ ഒരു മനുഷ്യൻ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർ ഇവിടുന്ന് ഉള്ള പൈസ മുഴുവൻ മറ്റൊരുത്തിന് ദാനം ചെയ്ത് അവനുമായിട്ട് സൊള്ളി എല്ലാം തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. ആ ഒരു മെസ്സേജിലുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, നാട്ടിൽ സാമാന്യം ഈ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒറിജിനൽ പേരൊന്നും പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കോ ഇല്ലെങ്കിൽ മറ്റേ വേട്ടാവളിയന്റെ വീട്ടുകാർക്കോ ഇനി വിഷമമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേര് മനഃപൂർവ്വം പറയാഞ്ഞത്. ഇത് നടന്ന സംഭവം തന്നെയാണ്. നാട്ടിൽ ബസ് ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരു യുവാവ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനുണ്ട്. ഇവർ രണ്ടുപേരും ചെറുപ്പം മുതൽ നല്ല കൂട്ടുകാരാണ്. അതായത് ഒരാൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേയാളെയും കൂടി എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. അതുപോലെ തന്നെ രണ്ട് ഫാമിലിയും കൂടിയിട്ട് പല സ്ഥലങ്ങളിലും പോകും. അങ്ങനെ പലതരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നാട്ടിൽ നിന്ന് തന്നെ നല്ല കമ്പനിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലൊരാൾക്ക് വിസ കിട്ടുന്നത്. അയാൾ നേരെ സൗദിയിലേക്ക് പോയി. സൗദിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു, അവിടെ എന്തെങ്കിലും തരത്തിൽ ജോലി ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് അയച്ചു തരുന്നതാണ്, ഒരു വിസ ഞാൻ നിനക്ക് സംഘടിപ്പിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് ഈ കൂട്ടുകാരൻ പോകുന്നത്. പോകുമ്പോൾ അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് കോഴിക്കോട് എയർപോർട്ടിൽ തന്നെ യാത്രയാക്കാൻ വന്ന തൻ്റെ സുഹൃത്തിനെ പേഴ്സിലുള്ള 3233 രൂപയും കൊടുത്തിട്ട് പറഞ്ഞു, എടാ എൻ്റെ വീട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് അയാൾക്ക് അപ്പോഴും എന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ട്രിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് തന്നെ പോകണേ. എന്തെങ്കിലും സാധനം എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിലും നിന്നെ വിളിക്കും, നീ പെട്ടെന്നൊന്ന് പോകണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൂട്ടുകാരൻ നേരെ ഗൾഫിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ നാട്ടിലുള്ള ഓട്ടോ ചങ്ങാതി എന്തോ പറഞ്ഞു, അയ്യോ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ റെഡിയാണ്, ഏത് പാതിരാത്രിക്കും ഓളോട് എന്നെ വിളിച്ചോളാൻ പറ എന്നൊക്കെ പറഞ്ഞ്, അതായത് ഈ പോകുന്ന ചങ്ങാതി ഒന്നും വിചാരിക്കുന്നില്ലല്ലോ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് സൗഹൃദം അതുപോലെ തന്നെയാണെന്നാണ് അയാളും വിചാരിക്കുന്നത്. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ഈ ഗൾഫിലുള്ള ചങ്ങാതിയുടെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത്, അതായത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്, അവൻ ശരിയല്ല എന്ന്. എന്താ കാര്യം എന്ന് ചോദിച്ചു. കാര്യം പലതുമുണ്ട്, പക്ഷെ അവൻ തീരെ ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ അവൻ്റെ വണ്ടി ഇനി വിളിക്കണ്ട എന്ന് പറയുകയും ചെയ്തു. അപ്പൊ എന്താ സംഭവം എന്നറിയണല്ലോ. അങ്ങനെ ഭാര്യയെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന്. അപ്പോഴാണ് പറയുന്നത്, ഇവൻ ഒരുപാട് നാളായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ട്രിപ്പ് ഓടുന്നതാണ്. അങ്ങാടിയിൽ പോകണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവിടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആശുപത്രി കേസ് ഉണ്ടെങ്കിൽ പോകും, മക്കൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ പോകും. പിന്നെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോ പിടിക്കും. കാരണം കൂട്ടുകാരൻ്റെ ഓട്ടോ അല്ലേ, ഭർത്താവിൻ്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് വിശ്വസിച്ചു പോകാലോ, ഒരു പ്രശ്നവും ഇല്ലല്ലോ. പക്ഷേ ഒരു ദിവസം പോകുമ്പോൾ ഈ ഓട്ടോ ചങ്ങാതി ചോദിക്കുകയാണ്, അതായത് സുഹൃത്തിൻ്റെ ഭാര്യയോടാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് അവൻ പോയിട്ടിപ്പോൾ 6-7 മാസമായില്ലേ, എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് കേട്ടപ്പോഴേ ആ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടണോ അല്ലെങ്കിൽ ചാടണോ, ഇത് ആരോടാണ് പറയുക. അതായത് ആരോട് പറഞ്ഞാലാണ് ഇത് കേൾക്കുക. ഇവന്റെ ഓട്ടോയിലല്ലേ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഏതായാലും അവരൊരു നല്ല കാര്യം കാണിച്ചു. എന്താണെന്നറിയാം, സ്വന്തം ഭർത്താവിനോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത് എന്ന്. ഇത് കേട്ട ഭർത്താവ് പറഞ്ഞു, നീ ആരോടും ഒന്നും പറയാൻ പോകണ്ട, ഇനി അവന്റെ വണ്ടിയിൽ നീ കയറണ്ട. അങ്ങനെ അവനുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഇതൊക്കെ അങ്ങ് വിടുകയും ചെയ്തു. പിന്നീടെന്ന് പറഞ്ഞാൽ അവനെ വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പോയി പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴൊരു വിവരം അറിയുന്നു, ഇതേ കക്ഷി ഗൾഫിലെത്തിയിരിക്കുന്നു എന്ന്. നേരെ അയാളെ കാണാൻ വേണ്ടി പോകുന്നു. അയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ എന്തൊക്കെയുണ്ട് അസുഖത്തിലെന്നെല്ലാം ചോദിക്കുന്നു. അങ്ങനെയെല്ലാം ചോദിച്ചതിന് ശേഷം അവസാനമായി ചോദിച്ചു, നിന്റെ ഭാര്യയ്ക്ക് ആരെങ്കിലും ആക്കി കൊടുത്തിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന്. അതായത് ഇനിയിപ്പോഴും നീയും ഒരു 2 കൊല്ലം കഴിഞ്ഞാലേ പോവുള്ളൂ. അപ്പോൾ ഇനി ആരെങ്കിലും നീ ആക്കി കൊടുത്തിട്ടുണ്ടോ നാട്ടിൽ? അതായത് നീ പിന്നെ ഇപ്പോൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചതുപോലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന്.
അവൾക്ക് ഞാൻ ആരെയും ആക്കി കൊടുത്തിട്ടില്ല. പക്ഷെ നീ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് ആക്കി കൊടുത്തത് എന്ന് ചോദിച്ചപ്പോഴേ അവിടെ ഇയാളുടെ ബന്ധുക്കളുണ്ട്, ഇയാളുടെ ഭാര്യൻ്റെ ബന്ധുക്കളുണ്ട്, പിന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ശരിക്കും പറഞ്ഞ് ഇവൻ ഉരുകിയിട്ടില്ലാതായി. ഇതാണ് ഒരു പ്രതികാരം എന്ന് പറയുന്നത്. അതായത് ശരിക്കും ഉരുകിയിട്ടില്ലാതായി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ധൈര്യമില്ലാത്തതാണെങ്കിൽ എൻ്റെ ഓട്ടോയിൽ കയറി ഇനി ഞാൻ അപവാദം പറഞ്ഞു വരുത്തും, അല്ലെങ്കിൽ എനിക്ക് വഴങ്ങി തന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വീണു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതം എന്തായിരിക്കും? പക്ഷേ ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ സത്യസന്ധയായ സ്ത്രീ ആയിരുന്നു. അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ തൻ്റെ പ്രശ്നങ്ങൾ തൻ്റെ ഭർത്താവിനോട് തന്നെ പറഞ്ഞു. ആ ഭർത്താവാണെങ്കിൽ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞു, നീ നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അവനെ എവിടുന്ന് നാറ്റിക്കാൻ പറ്റും അവിടെ വെച്ചിട്ട് അവനെ നാറ്റിച്ച് ഇനി അവൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ഒരാളോടും ചോദിക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവേകപൂർവ്വം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടുക വേണ്ടത്. പക്ഷെ പല ഭർത്താക്കന്മാരും ചെയ്യുന്നത് എന്താ, നീ എന്തിനാണ് അവൻ്റെ ഓട്ടോയിൽ തന്നെ പോയത്? നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചുകൂടായിരുന്നോ? ഇനി നീയോ അവനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ട് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തെറ്റിലേക്ക് പോകാനോ ഇല്ലെങ്കിൽ ഇവരുടെ കുടുംബജീവിതത്തെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതകൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ലവനായ ഭർത്താവും നല്ലവനായ ഭാര്യയും അവർക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞവരാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആഴത്തിൽ ഉള്ള ബന്ധമാണ് അവരുടേത്. അതുകൊണ്ട് തൻ്റെ ഭർത്താവ് തന്നെ വിശ്വസിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കൂട്ടുകാരൻ്റെ അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഊണിലും ഉറക്കത്തിലും എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരൻ ശരണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ഭയമുണ്ടായിരുന്നു. കാരണം ഞാൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും കൂട്ടുകാരനെ കൂട്ടുകാരനെ അവിശ്വസിക്കുമോ എന്നുള്ള ഭയം ആ സ്ത്രീക്ക് നല്ല രീതിയിലുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ ഭയത്തോടു കൂടിയാണ് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരെ ശരിയല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൊണ്ടുവരും. കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുവരുമ്പോഴേ ആ ചായയൊക്കെ കുടിച്ച് നല്ല വർത്താനൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞതിന് ശേഷം ഭാര്യ ചിലപ്പോൾ പറയുന്നത് അവൻ ശരിയല്ല കേട്ടോ, അവൻ ഇനി കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്. ചില ആൾക്കാർ എന്താ ചെയ്യാന്ന്, അത് നിന്റെ കണ്ണിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് നിന്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ്, നിനക്ക് അങ്ങനെയുള്ളവരെ കാണാതുകൊണ്ടാണ്, അവൻ നല്ല ഡീസൻ്റ് ആണെന്ന് നമ്മൾ അവന് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്നതിന് പകരം അവർ പറയുന്നത് വിശ്വസിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവനെ ഒഴിവാക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവനുമായിട്ട് അവൻ നമ്മളെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ അവൻ എത്ര വർഷത്തെ ചങ്ങാതിയായാലും ശരി, നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് പറയുകയാണ് അവൻ ശരിയല്ല എന്ന്, ആ ഒരൊറ്റ ഇത് മാത്രം മതി. നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾ ഒരു 25-30 വർഷമായിട്ടുള്ള ബന്ധമായിരിക്കും. നിങ്ങൾ ഒരു ബായിൽ ഒരു പിന്നെ എന്താ പറയുക പാത്രത്തിൽ ഉണ്ട് വളർന്നതായിരിക്കും. അതൊക്കെ പോയിക്കോട്ടെ, ആ ഒരൊറ്റ വാക്ക് ഒരൊറ്റ വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് ചില ആൾക്കാർക്ക് ഇതാണ്, കൂട്ടുകാരെയെല്ലാം വിശ്വാസമാണ്, ഭാര്യ പറയുന്നത് മാത്രം വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ ഫാമിലി ലൈഫും വളരെയധികം തോൽവിയിലേക്ക് പോകാറുമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരോ അല്ല ഒന്നുമല്ല, നമ്മുടെ പങ്കാളിയെ നമ്മൾ വിശ്വസിക്കുക, പങ്കാളിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, പങ്കാളി പറയുന്നത് നമ്മൾ കുറച്ചൊക്കെ അനുസരിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അവർ പറയുമ്പോൾ കൂട്ടുകാരുമായിട്ട് എൻ്റെ ചങ്ങാതിമാരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നീ നോക്കുന്നതാണ് എന്ന് പറയാതിരിക്കുക. അവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള ആ ഒരു സന്മനസ് കാണിക്കുക. അതാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ അതായത് ഒരു പാവം പ്രവാസി അയാൾ പ്രവാസി ലോകത്തേക്ക് പോകുമ്പോഴേ ആ ഒരു തെറ്റ് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഭാര്യ ഒന്ന് നോക്കണേ, എൻ്റെ പിന്നെ ഇതുപോലെ ട്രിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകണേ എന്നുള്ള ഒറ്റ തെറ്റ് മാത്രം. നന്ദി, നമസ്കാരം.